സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടില്ല. നമ്മുടെ ഈ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് തങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ഭംഗിയായി നടത്താൻ, ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വിശ്വാസപൂർവം നടത്താനുള്ള അവകാശം ഇന്നും കിട്ടിയിട്ടില്ല. സർക്കാർ അതിനെ കൈപ്പിടിയിൽ വെച്ചിരിക്കുകയാണ്, വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കാതെ. മതേതരത്വം പറയുകയും ക്ഷേത്രങ്ങൾ തങ്ങളുടെ ഉരുക്കുമുട്ടയിൽ അമർത്തി വിശ്വാസത്തെയും ആചാരത്തെയും ഇല്ലാതാക്കുന്ന സ്വാതന്ത്ര്യത്തെ, ആരാധനാ സ്വാതന്ത്ര്യത്തെ തടയുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. ആരാധനയ്ക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സാർവജനീകമായ ഒരു പ്രക്ഷോഭം നടക്കേണ്ട സന്ദർഭമാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ, നിരവധി ക്ഷേത്രങ്ങൾ അങ്ങനെ, വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം, സുബ്രഹ്മണ്യ ഭഗവാന്റെ പേരുള്ള ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വെച്ച് നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരെയൊക്കെ കെട്ടിയിട്ട് ഗോപന്മാരെ വേഷം കെട്ടി ഒരു ശോഭായാത്ര തുടങ്ങാൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അമ്മമാരെയൊക്കെ ചേർത്തൊരു ശോഭായാത്ര തുടങ്ങാൻ അവിടുത്തെ ശോഭായാത്രയുടെ സംഘാടകർ അവിടെ പെരളശ്ശേരിയിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ആഫീസിൽ ഒരു അപേക്ഷ കൊടുത്തു. അവർ സമ്മതിച്ചു. പക്ഷെ ശോഭായാത്രയുടെ തലേന്ന് അവർ വിളിച്ചു പറയാണ്, തന്ന അനുമതി പിൻവലിച്ചിരിക്കുന്നു എന്ന്. അതെന്താണെന്ന് ചോദിച്ചു. അത് മേലെ നിന്നുള്ള ഉത്തരവാണ്, ശോഭായാത്ര അമ്പലത്തിൻ്റെ അടുക്കൽ നിന്ന് തുടങ്ങാൻ പറ്റൂല. അപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ നമ്മൾ പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് തുടങ്ങണോ? ശോഭായാത്ര അമ്പലത്തിൻ്റെ മുറ്റത്തുനിന്നല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അല്ല, അത് മേലെ നിന്നുള്ള ഉത്തരവാണെന്നാണ്. അതായത് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൃഷ്ണനാമം ജപിച്ചുകൊണ്ട്, ഉണ്ണിക്കണ്ണൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ശോഭായാത്ര തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ വിശ്വാസികൾക്കില്ല. കോഴിക്കോട് ജില്ലയിൽ നാദാപുരത്തിനടുത്ത് ഒരു സ്കൂള് മാനേജർ വിദ്യാർത്ഥികൾക്ക് സൗകര്യം കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിനൊരു പുതിയ കെട്ടിടം ഉണ്ടാക്കി. ആ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറ്റുന്നതിൻ്റെ മുന്നോടിയായി കുറച്ച് രക്ഷിതാക്കളെയും നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു ഗണപതി ഹോമം രാത്രി നടത്തി. രാത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹം പണിത സ്കൂൾ കെട്ടിടത്തിലെ ഒരു ഗണപതി ഹോമം നടത്തി. ആ ഗണപതി ഹോമം നടത്തിയത് ഇവിടുത്തെ ചില ജിഹാദി ചാനലുകളും പത്രങ്ങളൊക്കെ വാർത്തയാക്കി, സ്കൂളിലിതാ ഗണപതി ഹോമം നടന്നിരിക്കുന്നു എന്ന്. വലിയ പ്രശ്നമായി, പുകിലായി. സ്വന്തം കെട്ടിടത്തിൽ ഗണപതി ഹോമം നടത്തിയ സ്കൂൾ മാനേജറുടെ പേരിൽ കേസായി അയാളെ പിടിച്ച് ജയിലിലിട്ടു. നമ്മുടെ നാട്ടിൽ ഒരു ഗണപതി ഹോമം നടത്താൻ പോലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല. സ്വാതന്ത്ര്യം കിട്ടിയെന്നല്ല നമ്മൾ പറയും. ആ സ്വാതന്ത്ര്യം കിട്ടാൻ ഗണപതി എന്ന് പറയുന്ന മഹത്തായ സങ്കല്പനത്തെ ആ സ്വാതന്ത്ര്യ സമരത്തോട് ചേർത്ത് ബാലഗംഗാധര തിലകൻ ആ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും സമുജ്വലമായ ഒരു ജനകീയ പോരാട്ടമാക്കി മാറ്റിയെങ്കിൽ അതേ ഗണപതിയെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സ്വതന്ത്ര ഇന്ത്യയിൽ കേരളത്തിലില്ല എന്ന ഒരു വലിയ പ്രശ്നം നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിരവധി തടസ്സങ്ങളുണ്ട്, വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിശ്വാസികളുടെ മുമ്പിൽ. അപ്പോൾ ആ വിഘ്നങ്ങൾ മാറ്റാൻ വിഘ്നേശ്വരൻ തന്നെ തുണ. അതുകൊണ്ട് നമ്മൾ ഭക്തിപൂർവം ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ട് നമ്മൾ ഈ സാർവജനിക ഗണേശോത്സവത്തെ ഒരു വമ്പിച്ച ജനകീയ മുന്നേറ്റമായി, ഭക്തജന മുന്നേറ്റമായി, ഹൈന്ദവ ഐക്യത്തിനുള്ള ഒരു മാധ്യമമായി ഈ കേരളത്തിൽ മാറ്റിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ആത്മീയമായ ചില ആളുകൾക്ക് എന്താണ് ഈ ഗണപതി, എന്താണ് മിത്താണ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ വാസ്തവത്തിൽ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ച്, നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച്, ആ ദേവതാ സങ്കല്പങ്ങൾക്ക് പിന്നിലുള്ള തത്വത്തെക്കുറിച്ച്
അതിൻ്റെ രൂപത്തെയാണ് അവർ കാണുന്നത്. ബാഹ്യമായ അതിൻ്റെ രൂപത്തിന് അപ്പുറത്തുള്ള ആന്തരികമായ ഒരു തത്വമുണ്ട്. ആ തത്വത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, ആ തത്വത്തെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ആരാണ് ഈ തത്വം, ഈ രൂപം എല്ലാം നമുക്ക് മുമ്പാകെ പറഞ്ഞു തന്നത്? നമ്മുടെ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ, പാരിനുള്ള അടിക്കല്ല് പാർത്തറിഞ്ഞ് കണ്ട നമ്മുടെ ഋഷീശ്വരന്മാർ, അവരുടെ തപസ്വാധ്യായ നിരതമായ അവരുടെ ആത്മസമർപ്പണത്തിലൂടെ, അവരുടെ അന്തരിന്ദ്രിയങ്ങൾ കൊണ്ട് ആത്മാന്വേഷണം നടത്തിയിട്ട് തപസ്സിലൂടെ കണ്ടുപിടിച്ച, അവർ ദർശിച്ച, നേരിട്ട് ദർശിച്ച ദേവതാ സങ്കല്പങ്ങളെയാണ് അവർ മന്ത്രങ്ങളാക്കി വെച്ചത്. ആ മന്ത്രങ്ങളാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഏകദന്തം, മഹാകായം, തപ്തകാഞ്ചന സന്നിഭം, ലംബോദരം, വിശാലാക്ഷം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവർ നേരിട്ട് ദർശിച്ച, അക്കക്കണ്ണുകൊണ്ട് ദർശിച്ച തേജോമയമായ, അവരുടെ തപസ്സിലൂടെ അവർ നേടിയെടുത്ത തേജോമയമായ ആ രൂപത്തെയാണ് അവര് പിന്നീട് ആവിഷ്കരിക്കുന്നു. അതെല്ലാം ഒരു തത്വത്തിൻ്റെ ആവിഷ്കാരമാണ്. നമ്മളിങ്ങനെ ഗണപതിയെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു വിരൂപമായ, വിചിത്രമായ ഒരു രൂപമായി നമ്മളിങ്ങനെ കാണുകയാണ്. ഒരു തുമ്പിക്കൈയുണ്ട്, ആനയുടെ മുഖമാണ്, വലിയ ഒരു വലിയ വയറുണ്ട്, മനുഷ്യൻ്റെ രൂപമാണ്. എന്നിട്ടൊരു ചെറിയ വണ്ടിയുണ്ട്, അതൊരു എലിയാണ്. ഗണപതി ഒരു കുടവയറൻ, മൂഷികൻ ഒരു ചെറിയ ജീവി. തിരിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഗണപതിയുടെ മേലെ എലിയിരുന്നാൽ കുഴപ്പമില്ല, പക്ഷെ എലിയുടെ മേലെ ഗണപതി ഇരുന്നാൽ കുഴപ്പം തന്നെയാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ കാണുമ്പോൾ, ഇത് നിങ്ങൾ പല കോളേജിലൊക്കെ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ ചില ആളുകൾ, അടുത്തിരിക്കുന്ന കുട്ടികൾ, ഹിന്ദുക്കൾ, നിങ്ങളുടെ ദൈവത്തിന് അങ്ങ് ഒരു തുമ്പിക്കൈ എന്താണ് കാണുന്നത്, അതിൻ്റെ വയറെന്താ ഇത്ര വലുത്, ഈ എലിയുടെ പുറത്തെങ്ങനെ ഗണപതി ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നത്, വണ്ടി ഓഫായി പോവില്ലേ എന്നൊക്കെ കളിയാക്കുകയാണ്. അപ്പം കളിയാക്കുമ്പോൾ നമ്മളെ കുട്ടികൾ ശരിയാണല്ലോ ഇവർ പറയുന്നത് എന്ന ചിന്തയും അവരുടെ ഉള്ളിലേക്ക് വരുന്നു. അതൊരു അപകർഷതാബോധമായി മാറുന്നുണ്ട്. അവർക്ക് വീട്ടിൽ വന്നാ ചോദിക്കുന്നത്, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട, അത് അങ്ങനെയാണ് എന്ന് വീട്ടിൽ നിന്ന് ഉത്തരവും കിട്ടുകയാണ്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഈ തത്വം എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്, അത് ഗ്രഹിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആനയെക്കുറിച്ച്, ആനയുടെ മുഖമാണ് എന്ന് പറയുമ്പം ആന എന്താണ്? ആനക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. ആനയുടെ മുഖം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുഖത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്ന തുമ്പിക്കൈയുണ്ട്. ആനയ്ക്ക് കരയിലെ ജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലുത് എന്ന് മാത്രമല്ല, ഒരുപാട് പ്രാധാന്യമുണ്ടല്ലോ. അപ്പം അത് ഒരു അത്ഭുത ജീവി തന്നെയാണ് ആന. അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു അത്ഭുതം തന്നെയായി വരണമെങ്കിൽ ആ അത്ഭുതമുള്ള ഒരു ജീവിയുടെ ബാഹ്യമായ ആകാരം വളരെ പ്രധാനം തന്നെയാണ്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മൂക്ക് ഒരു കയ്യായി മാറിയ ജീവിയാണ് ആന. പല്ല് കൊമ്പായി മാറിയ ജീവിയാണ് ആന. ആനക്ക് വേറെ ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്, അത് മാതംഗ ലീല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, വളരെ പ്രസിദ്ധമായ ആനയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. അതിൽ ആനയുടെ ഒരുപാട് പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആനയുടെ കാലിൽ നോക്കിയാൽ വിരലില്ല, പക്ഷെ നഖമുണ്ട്. ആനയുടെ വായിൽ നോക്കിയാൽ അതിൻ്റെ നാവ്, ബാക്കിയെല്ലാ ജീവികളുടെ നാവ് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ ആനയുടെ നാവ് പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. ആനയുടെ വൃഷണം ശരീരത്തിൻ്റെ പുറത്തല്ല, മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാ ജീവികളുടെയും വേർപ്പ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുകൂടിയും പുറത്തു പോകുമെങ്കിൽ ആനയുടെ വേർപ്പ് അതിൻ്റെ തുമ്പിക്കൈയിലൂടെയാണിത് പുറത്തേക്ക് വിടുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ പുറത്തേക്ക് ഒന്ന് ചീറ്റുന്നതാണ്, അതിൻ്റെ വേർപ്പ് പുറത്തേക്ക് കളയുന്നതാണ്. ഒരു പ്രത്യേക ടെക്നിക്കാണത്. ആനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്.
അപ്പൊ മുമ്പിൽ ആ തുമ്പിക്കൈയാവുള്ളൂ. തുമ്പിക്കൈ എന്തിനാണ്? തുമ്പിക്കൈ എന്താണ്? തുമ്പിക്കൈ ആന ഇങ്ങനെ നടക്കുമ്പോൾ അടിവെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഇടക്ക് തുമ്പിക്കൈ ആന ഭൂമിയിൽ ഇങ്ങനെ ഒന്ന് അമർത്തുന്ന കാണാം. അപ്പൊ അമർത്തിയിട്ട് തുമ്പിക്കൈ കൊണ്ട് അമർത്തിയിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അടുത്ത ചൂട് വെക്കും. തൻ്റെ മുന്നിലേക്കുള്ള പ്രയാണത്തിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിൻ്റെ പ്രതീകമാണ് ആനയുടെ തുമ്പിക്കൈ. ആ തുമ്പിക്കൈ കൊണ്ട് ആനയ്ക്ക് ചെറുതിലും ചെറുതായ കാര്യവും ചെയ്യാൻ പറ്റും, വലുതിലും വലുതായ കാര്യവും ചെയ്യാൻ സാധിക്കും. തുമ്പിക്കൈ കൊണ്ട് വലിയ തടിയൊക്കെ ആന വലിച്ചങ്ങ് കൊണ്ടുപോകും. പക്ഷെ വഴിയിൽ വീണ് കിടക്കുന്ന ഒരു മൊട്ടു സൂചി പോലും ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് മെല്ലെ തപ്പിയെടുക്കും. അപ്പൊ അതുകൊണ്ട് തടസ്സങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മാറ്റാൻ ആന ഈ തുമ്പിക്കൈ ഉപയോഗിക്കുകയാണ്. ചുരുക്കത്തിൽ തടസ്സങ്ങളെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ആന ഉപയോഗിക്കുന്ന ഈ തുമ്പിക്കൈ, ആ തുമ്പിക്കൈ ഒരു സിമ്പലാണ്. അതെന്താണ്? വിഘ്നങ്ങളെ നീക്കുന്നതാണ് തുമ്പിക്കൈ. അത്രയേ അതിൽ കാര്യമുള്ളൂ. തടസ്സങ്ങൾ മാറ്റുന്നതാണ് ഇത് എന്നാണ്. അപ്പൊ തടസ്സം മുമ്പിൽ വരുമ്പോ ആ തടസ്സങ്ങളെ എങ്ങനെയൊക്കെ മാറ്റാം, ഏതൊക്കെ രീതിയിൽ മാറ്റണം? തടസ്സങ്ങളെ കണ്ട് പിന്തിരിയണോ, ഓടണോ, അതോ മുന്നോട്ടേക്ക് നീങ്ങണോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അത് ചെറുതായാലും വലുതായാലും പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തുമ്പിക്കൈ നമ്മളോട് പറയുന്നത്. ആനയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞതാണ്, അത് പകുതിയേ ഉള്ളൂ. പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ കഥയൊക്കെ നമുക്കറിയാം, എന്തുകൊണ്ടാണ് ഒടിഞ്ഞത് എന്നൊക്കെ. പക്ഷെ എന്തായാലും കൊമ്പ് എന്ന് പറയുന്നത്, കൊമ്പെന്താണ്? ചില ആളുകൾ ചോദിക്കും, നിനക്കെന്താ കൊമ്പുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ കൊമ്പ് എന്ന് പറയുന്നത് അതൊരു വമ്പാണ്, അതൊരു അഹത്തിൻ്റെ പ്രതീകമാണ്, ഒരു അഹങ്കാരത്തിൻ്റെ ഒക്കെ പ്രതീകമാണ്. അപ്പം നമ്മൾ ആത്മീയമായ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം സാധനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പരമമായ മോക്ഷമെന്ന പരമമായ സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ആദ്യം ഒരാൾ വെടിയേണ്ടത്, ഒടിക്കേണ്ടത് അഹന്തയുടെ കൊമ്പാണ്, അഹന്തയാണ്, അഹങ്കാരമാണ്. ആ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകമായി ഒടിഞ്ഞ കൊമ്പിനെ കാണും. അഹം, ഞാൻ, ഈഗോ എന്നൊക്കെ പറയും. ആ ഈഗോ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഗണപതിക്ക് 4 കൈയുണ്ട്, പലതരത്തിലുള്ള രൂപം ഗണപതിക്കുണ്ട്, ആ കയ്യിൽ പലതുമുണ്ട്. എന്തായാലും നമ്മുടെ ഈശ്വരന്മാരെ എല്ലാവരെയും എന്ന പോലെ എല്ലാ ഈശ്വരന്മാരുടെയും കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് 2 കൈയാണെങ്കിൽ ഒരു കൈയിൽ ഉറപ്പായും ഒരു ആയുധം ഉണ്ടാവും. ചിലപ്പോൾ ആയുധം കൂടുതൽ വേണ്ടതുകൊണ്ടാണ് കൂടുതൽ കൈ വച്ചിരിക്കുന്നത്. ചിലർക്ക് 4, ചില ദേവിമാരൊക്കെ 8 കൈയൊക്കെയാണ്. 8 കൈയിൽ 7ലും മാരകായുധങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവുക. അന്ന് അത്രയും വലിയ ഭീകര പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഇറങ്ങി നടക്കുമ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സാധനമൊക്കെ കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഏത് ദേവീദേവന്മാരും ഇറങ്ങാറുള്ളൂ. ഇപ്പോഴാണ് പിച്ചാത്തിയൊക്കെ എടുത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജയിലിലാവുന്ന കാര്യം. അന്ന് ഈ ആയുധമായിട്ട് തന്നെയാണ് നമ്മുടെ ദേവീദേവന്മാരെല്ലാം ഇറങ്ങിയുണ്ട്. അങ്കുശമാണ്. അപ്പോ പാശവും അങ്കുശവും രണ്ടും നമ്മുടെ ആത്മനിയന്ത്രണത്തിനെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. നമുക്ക് സംയമനം ആവശ്യമാണ്. തപസ്സിന് സംയമം എന്ന് പറയും. സംയമധനന്മാർ എന്ന് താപസന്മാർക്ക് ഒരു പേരുണ്ട്. അപ്പൊ അടക്കം വേണം, അതിനാണ് അച്ചടക്കം എന്നൊക്കെ പറയുന്നത്. ഈ അച്ചടക്കത്തിന് ആഗ്രഹങ്ങളെ, പ്രബല വികാരങ്ങളെ, ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കാൻ നമുക്ക് കയറും വേണം, അങ്കുശവും വേണം. രണ്ടും വളരെ അത്യാവശ്യമായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ ബന്ധങ്ങൾ മുറിച്ചു മാറ്റാൻ കുറച്ചും കൂടി കടുപ്പപ്പെട്ടത് കൊണ്ടുവരും. അതുകൊണ്ട് ഗണപതിയുടെ ചില ഗണപതി രൂപങ്ങളുടെ കയ്യിൽ മഴുവും കാണാം. അറത്ത് മുറിക്കാനാണ്, മഴുവും കാണാം. അങ്ങനെ ഇതൊക്കെ ആയാൽ മാത്രമേ ആഗ്രഹിക്കുന്ന ആ ഒരു സായുജ്യം അല്ലെ സാക്ഷാത്കാരം, ആത്മാനന്ദം, നിത്യനിരതിശയമായ ആനന്ദം, ആ ആനന്ദം അനുഭവിക്കാൻ സാധിക്കൂ. അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മോദമുണ്ടാകും എന്നുള്ളതാണ്, നിങ്ങൾക്ക് ആമോദം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാനാണ്
ഒരു കയ്യിൽ മോദകം, മോദകം നമ്മൾ ലഡു അല്ലെങ്കിൽ കുഴക്കട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും, അതൊരു കയ്യിലുണ്ട്. അപ്പൊ ഇത് ഓരോന്നും നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പ്രതീകങ്ങളുടെ ഉള്ളിൽ ചില അർത്ഥാന്തരങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെയാണ് നമ്മുടെ മുമ്പിൽ അത് വരച്ച് കാണിക്കും. വലിയൊരു വയറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വയറ് എന്ന് പറയുമ്പോൾ എന്താണ്? ഉദരം ഉദാരമാണ്, വിശാലമാണ്. അതെത്ര വിശാലമാണ് എന്ന് ഒരിക്കൽ ഗണപതി കാണിച്ചു കൊടുത്ത കഥയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും വലിയ അംബാനിയായിരുന്നു കുബേരൻ. അയാൾ വലിയ സമ്പന്നനായിരുന്നു. സമ്പത്ത് അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അഹങ്കാരം കൂടിക്കൂടി വരുമല്ലോ. അപ്പൊ അത് അങ്ങനെ കൂടി വരുന്ന സമ്പത്ത് നാലാളെ കാണിക്കണം എന്ന് വിചാരിക്കുന്ന സമ്പന്നന്മാരുണ്ടാവും. അവര് ചില എലിയും അതിന്റെ കയ്യിൽ ഒരു ലഡു ഇങ്ങനെ കാണാം. അപ്പൊ എന്താണത്? അല്ലെങ്കിൽ മോദകം കാണാം. എന്താണത്? ഒരു മധുരം കാണാം. എന്താണത്? എന്താണ് പറയുന്നത്? ശ്രമിച്ചാൽ ഒരു എലിക്കും മോക്ഷം കിട്ടും, പരിശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോ ഗണപതിയുടെ അടുത്ത് ഇരുന്നു കഴിഞ്ഞാൽ ഒരു ക്ഷുദ്രജീവിക്ക് പോലും ഒരു വലിയ സ്ഥാനത്തെത്താൻ സാധിക്കുമെന്ന പാഠമാണ്. അങ്ങനെ ഒരു ചുണ്ടലിക്ക് പറ്റുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ തന്നെയാണ് എലി ആ മധുരം പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത്. പൃഥ്വിതത്വം എന്ന് അതിനെക്കുറിച്ച് പറയുന്നു. മൂലാധാരത്തിന്റെ ഷഡാധാരത്തിന്റെ പ്രതീകത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള മൂലാധാരത്തിന്റെ അതിദേവനും ഗണപതി തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗണപതി ഭഗവാൻ എന്ന് ഗണപതി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഗണപതി പിന്നീട് കഥകൾ ഇങ്ങനെ വരും. അപ്പൊ കഥകൾ ഇങ്ങനെ എന്താണ് വരുന്നത്? ഗണപതി കല്യാണം കഴിച്ചു, കഥ ഇങ്ങനെ വരികയാണ്. അപ്പോ ഗണപതിയും സുബ്രഹ്മണ്യനും രണ്ടാളും പറഞ്ഞു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടാൾക്കും ഒരുപോലെ തിരക്കാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഒരു മത്സരം വെക്കാം എന്ന് പറയാണ്. ആരാണ് പെട്ടെന്ന് 3 പ്രാവശ്യം ലോകം ചുറ്റി വരുന്നത്, അങ്ങനെ ചുറ്റി വരുന്ന ആൾക്ക് ഫസ്റ്റ് കല്യാണം കഴിക്കാം എന്നാണ്. അപ്പോൾ ഉടൻ തന്നെ സുബ്രഹ്മണ്യൻ അവിടെ നിന്ന് അവരുടെ വണ്ടി എടുത്ത് പുറപ്പെട്ടു 3 പ്രാവശ്യം ലോകം ചുറ്റി വരാൻ. ഗണപതി ഒന്ന് നിന്ന് ഒന്ന് ആലോചിച്ച് അപ്പൊ കഥ നമുക്കറിയാലോ. ഉടൻ തന്നെ തന്റെ മാതാപിതാക്കളെ പാർവതി പരമേശ്വരന്മാരെ 3 റൗണ്ട് ഒന്ന് അടിച്ച് നേരെ പെട്ടെന്ന് തന്നെ വന്നിട്ട് പറഞ്ഞു, ഞാൻ 3 തവണ ലോകം ചുറ്റി എന്ന് പറഞ്ഞു. അതെങ്ങനെയാ? അല്ല, ഈ പാർവതി പരമേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രപഞ്ചം തന്നെയല്ലേ, അവരെ ചുറ്റിയാ പിന്നെ ഈ ലോകം ചുറ്റിയതുപോലെയല്ലേ എന്ന പുതിയ ലോജിക്ക് മുന്നോട്ട് വെച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് പാർവതി പരമേശ്വരന്മാർക്കും തോന്നി. അതാണ് ബുദ്ധി. അപ്പോ ഗണപതി ഗണപതി കഴിച്ച 2 പേരുടെ ഭാര്യമാരുടെ പേര് പറയുന്നു. ഒന്ന് ബുദ്ധി, മറ്റൊന്ന് സിദ്ധി എന്നാണ്. അപ്പൊ ഗണപതിയെ പ്രസാദിപ്പിച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ഭാര്യ എന്ന് പറയുന്നത് കൂട്ടിയാൽ മതി. 2 കാര്യങ്ങൾ കിട്ടും. ഒന്ന് ബുദ്ധി കിട്ടും, മറ്റൊന്ന് സിദ്ധി കിട്ടും എന്നാണ്. ബുദ്ധി കിട്ടിയാലും സിദ്ധി കിട്ടിയാലും 2 കിട്ടിയാലും അപ്പോ അവിടെയും നിൽക്കുന്നില്ല. പിന്നെ അവർക്ക് 2 ഓരോ കുട്ടികളുണ്ടായി. അതൊന്നിന്റെ പേര് ലാഭം എന്നാണ്, മറ്റതിന്റെ പേര് ക്ഷേമം തന്നെയാണ്. അപ്പൊ നോക്കൂ, അങ്ങനെ കഥ എങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് ബുദ്ധി കിട്ടുന്നു. ആ ബുദ്ധിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ബുദ്ധിയാണ് വേണ്ടത്. നമുക്ക് സാധനയിലൂടെ നേടിയെടുക്കേണ്ടുന്ന സിദ്ധിയും കിട്ടുന്നു. ബുദ്ധിയും സിദ്ധിയും ലാഭവും ക്ഷേമവും എല്ലാം ഗണപതിയെ ആരാധിച്ചാൽ നമുക്ക് കിട്ടും എന്ന് നമ്മളോട് പറയുകയാണ് ഈ പ്രതീകങ്ങൾ. ഈ പ്രതീകങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? അങ്ങനെ പഴയ നമ്മുടെ ഋഷീശ്വരന്മാർ അവര് കുറച്ചാലോചിച്ചിട്ട് കണ്ടുപിടിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. അത്ര ഡയറക്റ്റായിട്ട് അങ്ങനെ മനസ്സിലാക്കേണ്ട, കുറച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്തരം സിംബോളിക്കായിട്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ വെച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഗണപതിയുടെ കൈകളെ, വയറിനെ, കൊമ്പിനെ, കയ്യിലുള്ള കയറിനെ, അങ്കുശത്തെ തോട്ടിയെ, ശരീരത്തിൽ ചുറ്റിയ പാമ്പിനെ, ആ രൂപത്തെ ആകെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധകനാണ് നിങ്ങളെങ്കിൽ ആ സാധനയിലുള്ള നിങ്ങളുടെ തടസ്സങ്ങളെ, നിങ്ങളൊരു ജീവിതായോധനം നടത്തുന്നയാളാണെങ്കിൽ ആ ജീവിതായോധനത്തിൽ നിങ്ങൾക്ക് വരാവുന്ന തടസ്സങ്ങളെ, ആ തടസ്സങ്ങളെയെല്ലാം മറികടക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, തടസ്സങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു ഗുരുവാണ്, ഒരു മാസ്റ്ററാണ്, ഒരു മാർഗദർശിയാണ്, ഒരു വിനേതാവാണ്, ഒരു വിനായകനാണ്
ഗണപതി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഗണപതി ആരാധന എന്ന് പറയുന്ന ഗണപതി ആരാധന എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററാണ് ഗണപതി. ഗണാനാം പതി എന്ന് പറയുന്ന സമയത്ത് സേനാപതി കൂടിയാണ്, സേനാ നായകനാണ്. വിനായകൻ വിനേതാവാണ്, വിശേഷണ നയിക്കുന്നയാളാണ്, ലീഡറാണ്, നല്ലൊരു ലീഡറാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മാതൃകയാക്കാവുന്ന, റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു രൂപമാകുന്നു ഗണപതിയുടേത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് നമുക്ക് ആരാധന നടത്താൻ, നമ്മുടെ വിശ്വാസങ്ങൾ പരിപാലിക്കാൻ. ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നമ്മുടെ സന്യാസി വര്യന്മാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അവര് കാവ്യവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അതാണ്. അഗ്നിജ്വാലയുടെ, യാഗാഗ്നിയുടെ വർണ്ണമാണ് കാവിക്ക്. അത് മഹത്തരമായൊരു പ്രതീകമാണ്. ആ അഗ്നി എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നാണ് നമ്മുടെ വേദോപനിഷത്തുകളും നമ്മുടെ മഹാഗ്രന്ഥങ്ങളും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അഗ്നിതത്വം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതിന്റെ പ്രതീകമാണ് അഗ്നി എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലത്ത് വീണാൽ അത് ഉയരുകയാണ്, വീണയെടുത്ത് പടരുകയാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ്, ഉൾക്കൊണ്ടതിനെയൊക്കെ ഉദാത്തീകരിക്കുകയാണ്. അങ്ങനെ ഉയരുകയും പടരുകയും ഉൾക്കൊള്ളുകയും ഉദാത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു മഹാപ്രതീകമാണ്, ഈശ്വര പ്രതീകമാണ് അഗ്നി എന്ന് പറയുന്നത്. ആ അഗ്നിയുടെ ജ്വാലകളുടെ നിറമാണ് കാവി. അത് ഭാരതീയ ദർശനത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട് ഉയർന്ന് മുന്നോട്ട് പോയ സമയത്തൊക്കെ ഉയർന്നു പാറിയ പതാകയാണ് കാവ്യ പതാക എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രധ്വജമാണത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെതിരായ പോരാട്ടത്തിൽ ആ ഭഗവാന്റെ തേരിൽ പാറിപ്പറന്ന പതാക ഈ കാവ്യ പതാകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മയുദ്ധത്തിൽ തേര് തെളിച്ചപ്പോ അർജുനൻ യുദ്ധം നടത്തി ആ തേരിൽ പാറിപ്പറന്ന പതാകയും ഈ പതാകയാണ്. നമ്മുടെ ഛത്രപതി ശിവജി അന്ന് രാമനാമം പാടാൻ പോലും അനുവാദമില്ലാതിരുന്ന, ഹിന്ദുവായി ജീവിക്കാൻ ജസിയ കൊടുക്കേണ്ടിയിരുന്ന കാലഘട്ടത്തിൽ ധർമ്മത്തിന്റെ ധ്വജമായി തന്റെ ഗുരുനാഥൻ കയ്യിൽ കൊടുത്ത ഈ കാവ്യ പതാകയും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഹിന്ദു പദപാദശാഹി എന്ന് പറയുന്ന ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി, മറാത്ത സാമ്രാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഈ കാവിക്കൊടിയുമായാണ് പോരാടിയത്. മേവാറിൽ നിന്ന് പുറത്താക്കപ്പെട്ട നമ്മുടെ റാണ പ്രതാപ് സിംഹൻ പട്ടിണി കൊണ്ട് കരഞ്ഞിടും, കുട്ടികൾ വീണ് മരിക്കലും തന്റെ ചുമലിൽ പാറുന്ന കാവ്യ പതാകയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് വൈദേശിക ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തില് വനവാസികളെ കൂടിയിട്ട് ഗംഭീരമായ യുദ്ധത്തിന് അവരെ തയ്യാറാക്കുന്നത് ഈ കാവ്യ പതാകയുടെ അടിയിൽ നിന്നുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ധർമ്മധ്വജമാണ്, നമ്മുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് കാവ്യ പതാക. പക്ഷേ ഇപ്പോ ഉത്തരവുകൾ വരികയാണ്, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും കാവ്യ പതാക ഉപയോഗിക്കാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ കാവ്യ പാടില്ല എന്ന്. കാവ്യ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേറെയും നിറങ്ങൾ വെക്കണമെന്നാണ് ചില പോലീസ് സേവന്മാരുടെ തിട്ടൂരം. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യം, ആരാധനക്കുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് പരിപൂർണമായും അധികാരത്തിന്റെ കൊട്ടകൊത്തളങ്ങളിൽ അഭിരമിക്കുന്ന വോട്ട് ബാങ്കിനെ ജുഗുപ്സാവഹമായ രാഷ്ട്രീയത്തിനു വേണ്ടി വിശ്വാസത്തിന്റെ പാശ്വലംബനം നടത്തുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. നമുക്ക് നാളെയും ഗണപതി ആരാധിക്കേണ്ടതുണ്ട്, നാളെയും നമുക്ക് നിമജ്ജന യാത്രകൾ നടക്കേണ്ടതുണ്ട്, നമുക്ക് ക്ഷേത്ര ദർശനം നടത്തേണ്ടതുണ്ട്, നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിനെ അവഹേളിക്കാൻ, അതിനെ ആക്ഷേപിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ശക്തമായി നടക്കുകയാണ്. അതെല്ലാവർക്കും ഒരു രസമാണ്. ഹിന്ദുവിന്റെ മെക്കിട്ട് കയറുക, ഹിന്ദുവിനെ ഇട്ട് കുത്തുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയൊരു രസമാണ്. അങ്ങനെ ഹിന്ദുവിനെയോ ഹിന്ദു ആരാധനാ ബിംബങ്ങളെയോ ആരാധിക്കുന്നത് അത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമൊന്നുമല്ല. അത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇവിടെ വലിയ വെകിളിയെടുക്കും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഹിന്ദുവിന്റെ ആരാധ്യ ബിംബങ്ങളെ ആരാധിക്കുന്നവരെ ആക്ഷേപിക്കുന്നത് ഒരു പ്രശ്നമല്ല. ലോകത്തെങ്ങുമുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ഉള്ളിൽ ആയിരക്കണക്കിന് വർഷമായി ഉച്ചരിക്കുന്ന മഹാപ്രതീകമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റേത്. ആ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്ത് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭാരതമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തജനങ്ങൾ നൽകിയ നാണയത്തുട്ടുകൊണ്ട്
അവിടെ ഒരു മഹാക്ഷേത്രം എടുത്തു. ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായി പറയുകയാണ് ആ രാമൻ പള്ളിപ്പറമ്പിൽ രാമനാണ് എന്ന് ആക്ഷേപിക്കുകയാണ്. ശ്രീരാമചന്ദ്രനെ അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. ശ്രീരാമചന്ദ്രനെ അങ്ങനെ അവഹേളിക്കുന്നത് ഇവിടെ ആരും ചോദ്യം ചെയ്യാത്ത, അതിന്റെ പേരിൽ പ്രശ്നമില്ല, അതിന്റെ പേരിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നതാണെന്ന പരാമർശമില്ല, അതിന്റെ പേരിൽ കേസില്ല. നിങ്ങളുടെ രാമൻ പള്ളിപ്പറമ്പിൽ രാമനാണ് എന്ന് ആക്ഷേപിക്കുകയാണ്, അവഹേളിക്കുകയാണ്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസത്തെയും സ്വാതന്ത്ര്യത്തെയും നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചു പിടിക്കാൻ ഗണപതി ഭഗവാൻ നമ്മുടെ ആ മുന്നേറ്റത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഹിന്ദുക്കൾക്ക് അഭിമാനപൂർവ്വം ഈ മണ്ണിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആദി കുടുംബത്തിന്റെ അധിനായകനാണ് സാക്ഷാൽ മഹാദേവൻ. ആ മഹാദേവന്റെ കുടുംബമാണ് ആദ്യാരാധന എന്നുള്ളത് ശിവകുടുംബത്തിലാണ് ആരംഭിക്കുന്നത്. അത് ലോകത്തിന് നൽകുന്നത് മംഗളത്തിന്റെയും ശാന്തിയുടെയും ഏറ്റവും സമുജ്വലമായ ഏകാത്മതയുടെ ഒരുമയുടെ സന്ദേശമാണ് നൽകുന്നത്. ഭഗവാൻ തന്റെ ഒരു മകന് നമുക്ക് ഗണപതിക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എലിയെ വണ്ടിയാക്കി. അപ്പൊ സുബ്രഹ്മണ്യൻ പറഞ്ഞു എനിക്കൊന്ന് വേണം. സുബ്രഹ്മണ്യൻ ഒരു മയിലാണ്. ദേവി സ്വയം ഒരു വാഹനം സ്വീകരിച്ചിരിക്കുന്നത് സിംഹമാണ്. ശിവൻ ഒരു കാളയെ. സ്വന്തം ശരീരത്തിൽ ശിവൻ ചില എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം. കഴുത്തിൽ പന്നക വിഭൂഷണനാണ് ഭഗവാൻ. സർപ്പമാണ്, കയ്യിലുമുണ്ട് സർപ്പം. നോക്കൂ ആ കുടുംബം. ഇവരൊരു ഫാമിലി ടൂർ പോയിട്ട് തിരിച്ചു വന്ന് കൈലാസത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശിവൻ പാമ്പുകളൊക്കെ അവിടെ അഴിച്ചു വെച്ച് കൈലാസത്തിൽ കയറി വണ്ടിയാടെ പാർക്ക് ചെയ്ത്, അങ്ങനെ പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൈലാസത്തിൽ പോയിട്ട് പിറ്റേന്ന് തിരിച്ചു വന്ന് നോക്കുമ്പം എത്ര വണ്ടി ബാക്കിയുണ്ടാവും നോക്കിയാൽ മതി. വിചിത്രമാണ് കാര്യം. കാരണം ഇതിൽ പലതും പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതാണ്. എലിയെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന മയില്, കാളയെ തിന്നുന്ന സിംഹം പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതാണെങ്കിലും ഇവയെല്ലാം തൻ്റെ കുടുംബത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദി കുടുംബത്തിന്റെ അധിനായകനായ സാക്ഷാൽ മഹാദേവൻ ലോകത്തോടും നമ്മളോടും പറയുന്ന കാര്യമുണ്ട്. പരസ്പരം സഹകരിച്ചാൽ, വിട്ടുവീഴ്ച ചെയ്താൽ, യോജിച്ചു നിന്നാൽ നിങ്ങൾക്കൊരു കുടുംബമായി മുന്നോട്ട് പോകാൻ എന്ന മഹാതത്വം നമ്മളോട് പറയുന്ന കുടുംബമാകുന്നു ഗണപതിയുടെ കുടുംബം, മഹാദേവന്റെ കുടുംബം. ആ കുടുംബത്തിൽ നാം പഠിക്കേണ്ട തത്വം ഈ ഒരുമയുടെ, ഐക്യത്തിന്റെ, വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്ന മഹാതത്വമാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ തത്വം പഠിച്ച്, ഐക്യത്തിന്റെ ഒരുമയുടെ തത്വം പഠിച്ച് മുന്നോട്ട് പോയി ഇനിമേൽ ജാതികൾ വേണ്ടിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്ന ആത്മബോധത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും പ്രേരണയും പ്രചോദനമായി മാറട്ടെ ഈ സാർവജനിക ഗണേശോത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.